നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരോ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത പോലെ അവർ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ കുട്ടന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയത്. എന്താടാ, പുതിയ വല്ല സംശയമായിട്ടാണോ നിന്റെ വരവ്? അതെ, എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഓ, എന്താണാവോ നിന്റെ പുതിയ സംശയം? അച്ഛൻ ഇവരെ അറിയോ? ഇവന്മാരുടെ ഫോട്ടോ ഇവനെങ്ങനെ കിട്ടി? അച്ഛൻ ഇവരെ അറിയാമോന്ന്? അല്ല, ഇവരുടെ ഫോട്ടോ നിനക്കെങ്ങനെ കിട്ടി? ഓഹോ, അപ്പൊ അച്ഛൻ ഇവരെ അറിയാം. എവിടെ എവിടെ, ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ ഇവരെയൊക്കെ എങ്ങനെ അറിയാനാടാ? ഞാൻ ചോദിച്ചത് അമ്മയോടല്ല, അച്ഛനോടാ. അച്ഛനാണ് മറുപടി പറയേണ്ടത്. ഇവന്മാരെ എങ്ങനെ അച്ഛനറിയാം? എനിക്ക് ഇവന്മാരൊന്നും അറിയില്ല. അത് കള്ളം, പച്ചക്കള്ളം. അച്ഛൻ ഇവരെ അറിയില്ലായിരുന്നുവെങ്കിൽ അച്ഛന്റെ ചോദ്യം ഇതാവില്ല. ഈ ഫോട്ടോസ് എനിക്ക് എങ്ങനെ കിട്ടി എന്നാവില്ല അച്ഛൻ ചോദിക്കുന്നത്. ഇതാരാ, എന്താ എന്നായിരിക്കും അച്ഛന്റെ ചോദ്യം വരുന്നത്. പക്ഷെ അതല്ലല്ലോ ഇവിടെ ഉണ്ടായത്. നീ എന്താടാ അച്ഛനോട് പോലീസ് മുറ എടുക്കുവാണോ? അമ്മ മിണ്ടരുത്. ഞാൻ ചോദിച്ചതിന് അച്ഛൻ മറുപടി തരണം. ഇവര് സിദ്ധുവിടനെ കൊല്ലാനായി അവസരം നോക്കി നടക്കുന്നവരാ. 1-2 പ്രാവശ്യം അവരതിന് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ ക്രിമിനൽസുമായി അച്ഛൻ എന്താ ബന്ധം? എടാ, നിന്റെ ഭ്രാന്തി ഇതുവരെ മാറിയില്ലേ? അമ്മ ഇതിൽ ഇടപെടരുത്. എടാ, എന്താ നിന്റെ ഉദ്ദേശം? സിദ്ധുവിനെ ആരെങ്കിലും കൊല്ലാനോ ഉപദ്രവിക്കാനോ ശ്രമിച്ചതിന് അതിന് ഞാനാണ് സമാധാനം പറയേണ്ടത്. ഓ, എന്നെ കൊണ്ട് സമാധാനം പറയിപ്പിക്കണോ നീ കച്ചകെട്ടുന്നത്? ഋഷിയേട്ടൻ ഈ ഫോട്ടോകളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ആ, പോയിട്ട് വരട്ടെ. അപ്പോ മിക്കവാറും അച്ഛൻ സമാധാനം പറയേണ്ടി വരും. അബി, മര്യാദയ്ക്ക് നിന്റെ വിചാരണ നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. എടാ, നിന്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എടാ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ. അല്ലാതെ ഞങ്ങൾക്കതിൽ ഒരു ലാഭവും ഇല്ല. നീ എന്താ മോനെ അത് മനസ്സിലാക്കാത്തത്? നിന്റെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തികൾ നീ ചോദ്യം ചെയ്യരുത്. അച്ഛനെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന മകനായിരുന്നില്ലേ നീ? ഇപ്പൊ അച്ഛനെ ചോദ്യം ചെയ്യാൻ മാത്രം തലയെടുപ്പും തന്റെയിടം ആയിപ്പോയി അല്ലേ? എല്ലാം ആ ദേവികയുടെ വേദോപദേശ. അവസരങ്ങൾ മുതലെടുത്ത് കാര്യങ്ങൾ വളച്ചു തിരിച്ചും മകനെ അച്ഛനെതിരാക്കാനുള്ള എല്ലാ വിദ്യകളും അവൾക്ക് വശമുണ്ട്. അവൾ പറയുന്നതെല്ലാം കേട്ട് നീ ഞങ്ങളെ ശത്രുവായിട്ട് കാണരുത് മോനെ. ഞാൻ ആരെയും ശത്രുവായിട്ട് കാണുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനവും ഞാൻ മറക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, സത്യം തെളിയണം. അച്ഛന്റെ പുറത്ത് അകാരണമായി ഒരു അപരാധവും വന്ന് പതിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ അച്ഛനോട് വന്ന് ചോദിച്ചത്. മറുപടി പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ അച്ഛനെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എന്റെ ഇന്റൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഋഷി എന്തായി? എന്താ വിളിച്ചേ? ഞാൻ അയച്ചു തന്ന ഫോട്ടോയിലെ ക്രിമിനൽസിനെ കുറിച്ച് ഋഷി അന്വേഷിച്ചോ? ആ, ഞാൻ ആ ഫോട്ടോയൊക്കെ ആയി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവന്മാരെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറഞ്ഞ് ഒരു പരാതിയും ഞാൻ അവിടെ കൊടുത്തു. സിദ്ധുവേട്ടന് സംഭവിച്ച അപകടത്തിന്റെ ഉത്തരവാദികൾ അവരാണെന്ന നിലയ്ക്കായിരുന്നു ഞാൻ പരാതി കൊടുത്തത്. ഏതായാലും പോലീസിന്റെ അന്വേഷണത്തിന് ചേച്ചി അയച്ചു തന്ന ഫോട്ടോസുകൾ ഉപകാരപ്പെടും. അല്ല, ചേച്ചി എങ്ങനെ ഇവന്മാരെക്കുറിച്ച് മനസ്സിലാക്കി? കുട്ടന് വേണ്ടിയുള്ള നേർച്ച നടത്താനായി അമ്പലത്തിൽ പോയപ്പോഴാ അവിടെ വെച്ച് ഞാൻ ഇവന്മാരെ കണ്ടത്. ഓ, അവര് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അനീഷേട്ടനോട് പറഞ്ഞ് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവര് രക്ഷപ്പെട്ടു. ആരോ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത പോലെയാ അവര് രക്ഷപ്പെട്ടത്. ഓ, അതുകൊണ്ടാ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ കുട്ടന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും അവന്മാരുടെ ഫോട്ടോസ് എടുക്കാൻ തോന്നിയത് നന്നായി. ഇനി അവരെ എവിടെ വെച്ച് കണ്ടാലും പെട്ടെന്ന് തിരിച്ചറിയാനാവുമല്ലോ. പോലീസ് അന്വേഷിക്കട്ടെ, പാരലായിട്ട് നമുക്ക് അന്വേഷിക്കാം. ഇവരെ ഉടനെ പിടികൂടണം. ഇല്ലെങ്കിൽ കുട്ടൻ ഇനിയും ഇവര് കാരണം ആപത്ത് വരുമെന്ന പേടിയില് നമുക്ക് കഴിയേണ്ടി വരും. ഇവന്മാരെ മാത്രല്ല, ഇവന്മാരെ നിയന്ത്രിക്കുന്ന ആരോ ഒരാൾ ഇവരുടെ പിന്നിലുണ്ട്. അയാളെയും കണ്ടുപിടിക്കണം. സിദ്ധുവേട്ടന്റെ ശത്രുക്കൾ ആരായാലും ശരി, അവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചിരിക്കും. ഇതിന്റെ പിന്നിലുള്ള ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കില്ല. എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് പറയും. എന്താ വരാതിരുന്ന? ശില്പല്ല വരാതിരുന്ന? എന്താ വരാണ്ടിരുന്ന ശില്പ? പറ ശില്പ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.